ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് റഷ്യയുടെയും ഉക്രൈൻ്റെയും ബോർഡർ പ്രദേശത്ത് നിന്ന് സിസ്റ്റർ ലിജി പയ്യപ്പള്ളി സിസ്റ്ററാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം കൂടുതൽ കടുത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ട്. അപ്പോൾ സിസ്റ്റർ ഡിനിപ്രോ നദിയുടെ അടുത്ത് നിന്ന് വെച്ചാൽ റഷ്യ ഇപ്പോൾ നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് സിസ്റ്റർ ഇപ്പോൾ ഉള്ളത്. സിസ്റ്ററിലേക്ക് പോകാം നമുക്ക്. സിസ്റ്ററെ ഒരുപാട് വെൽക്കം. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് മാധ്യമങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. ആ സമയത്ത് ഇത്രയും അടുത്ത് നിന്ന് യുദ്ധം നടക്കുന്ന ആ ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് സിസ്റ്റർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പറയാനുണ്ടാകും. നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ സിസ്റ്റർ നിൽക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ അവസ്ഥയെക്കുറിച്ചും ഒന്ന് പറയാമോ? ഞാൻ നിൽക്കുന്നത് ഹെർസോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് റഷ്യയുടെ ബോർഡറാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ നിൽക്കുന്നത് ഒരു നെറ്റിന്റെ അടിയിലാണ്. കാരണം ഈ നെറ്റ് ഇട്ടിരിക്കുന്നത് ഡ്രോൺസ് വീഴുവാണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും ഈ ഒരു വണ്ടി ഇവിടെ കാണുന്നുണ്ട്. ആ വണ്ടിയുടെ ചില്ല് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഡ്രോൺ വീണ സ്ഥലമാണ് ഇത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ഡ്രോൺ വീണതാണ്. ഇതൊരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന 4 പേര് ഇൻജേർഡ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെയാണ്. ഈ സ്ഥലത്ത് ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ ഞാൻ വന്നതിന് ശേഷം എനിക്കറിയത്തില്ല എത്ര ഡ്രോൺസ് ആണ് എത്ര വീണതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും ഇവിടെ എന്താ പറയാ, എയർ അലർട്ട് നിൽക്കാതെയാണോ ഉള്ളത്. പിന്നെ ഞങ്ങള് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ചെറിയ ഡ്രോൺസ് ആണ് ഇവിടെ. ഞാനത് കണ്ടു. എനിക്ക് തോന്നുന്ന ഒരു 5ഓ 6ഓ ഡ്രോൺസ് ഞാൻ കണ്ടു. ചെറിയ ഡ്രോൺസ് ആണ്. അത് അവര് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സിവിൽ പീപ്പിളിനെയും അല്ലെങ്കിൽ വണ്ടികളൊക്കെ പോകുമ്പോൾ ആ വണ്ടികളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെറിയ ഡ്രോൺസ് വിടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു 5-6 ഡ്രോൺസ് ഞാൻ ഇന്നലെ വന്നതിന് ശേഷം കണ്ടു. ഈ രാത്രിയാണെങ്കിലും ഞങ്ങള് ബങ്കറിലാണ് ഞാനും എൻ്റെ കൂടെ വന്നിരിക്കുന്ന സിസ്റ്ററും ഉറങ്ങുന്നത്. പക്ഷെ ബങ്കറിലായിരുന്നിട്ട് പോലും ഒരു 20ഓ 25ഓ പ്രാവശ്യം ഞങ്ങൾ എഴുന്നേറ്റു. കാരണം അത്രയും ഡ്രോണുകള് അല്ലെങ്കിൽ റോക്കറ്റുകൾ വന്ന് വീഴുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ റോക്കറ്റുകളോ ഡ്രോണുകളോ ഇല്ലാത്ത സമയവും ഇല്ല. ഇപ്പൊ ഇന്ന് സംഭവിച്ചിരിക്കുന്നതാണ് ഈ കാറ്. ഇന്നത്തെ ഡ്രോണില് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ ഡ്രോണില് സംഭവിച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ മുഴുവൻ ജനലുകളെല്ലാനും ചില്ല്, ഇവിടെ യൂറോപ്പിൽ മുഴുവനും ജനലുകളെല്ലാം ചില്ലാണല്ലോ. അപ്പോ ആ ചില്ലുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ നിന്നിട്ട് മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിനിപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ആ ഹോസ്പിറ്റലിലാണ് യുദ്ധത്തിന്റെ, എനിക്ക് തോന്നുന്നത് 1-ാമത്തെ വർഷം 2-ാമത്തെ വർഷം എന്ന് തോന്നുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് കാണും, സ്ത്രീകള് ജന്മം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തു എന്ന്. ആ ഹോസ്പിറ്റലിലായിരുന്നു ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ. ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഉക്രൈൻകാരെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ എല്ലാം ബങ്കറിലാണ് അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് എല്ലാം വരുന്നത് ബങ്കറിലാണ്. ബങ്കറിൽ വളരെ മനോഹരമായ രീതിയിൽ അവർ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഈ സ്ഥലത്ത് റോഡുകളിലൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഇതേപോലെ നെറ്റാണ്. കാരണം നമ്മൾ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുമായിരുന്നു. കാരണം ഡ്രോൺ വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ ഞങ്ങൾ പോയി നിൽക്കണം, അല്ലെങ്കിൽ വലയുടെ അടിയിൽ പോയി നിൽക്കണം. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് വണ്ടികളൂടെയും കാണിച്ചു തരാം. ഇന്നത്തെ ഡ്രോണില് പറ്റിയിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില്ലില് ഒരു സ്ക്രാച്ച്, ഒരു പൊട്ടല് വന്നേക്കുന്നു. ഇവിടെ ഇന്നത്തെ ഡ്രോൺ വീണതിന്റെ ഇതാണ് ഈ വണ്ടികളൊക്കെ കാണിക്കുന്നത്. വേറൊരു വണ്ടിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഡ്രോണില് ഇപ്പൊ എന്റെ അടുത്ത് അവർ പറഞ്ഞിരിക്കുന്ന സിസ്റ്ററെ ഓടിപ്പോരണം. കാരണം എപ്പോഴും ഡ്രോൺ
പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ ഇതിൽ നടക്കുന്നത് എല്ലാവരും ഈ കാണുവാൻ സാധിക്കും. ഇപ്പൊ വേറൊരു വണ്ടി ഞാൻ കാണിച്ചാൽ ഇതും ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആക്രമണത്തിനാണ് ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞത്. ഈ ആക്രമണത്തിലാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഈ ആക്രമണത്തിലാണ് 5 പേര് 4 പേര് അത് ഡോക്ടേഴ്സാണ് അവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. അവര് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇവിടെ എല്ലായ്പ്പോഴും ഡ്രോൺ ആക്രമണമാണ്. ഡ്രോൺ ഇല്ലാത്ത സമയമില്ല ഇവിടെ എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങള് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും മാക്സിമം സ്പീഡിലാണ് വണ്ടി ഓടിക്കുക. പിന്നെ എല്ലാവരുടെയും കയ്യിൽ റഡാറുണ്ട്. ഈ റഡാറിൽ നോക്കിയിട്ട് എങ്ങോട്ടാണ് ഡ്രോൺ വരുന്നതെന്ന് റഡാറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ അവര് വണ്ടി എവിടെയെങ്കിലും നിർത്തുവോ? റോഡിൽ സാധാരണ നിർത്തില്ല, കാരണം ഡ്രോണിന് കാണാൻ പറ്റും വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് അവര് ചെറിയ ഡ്രോണിലൂടെ ചെറിയ റോക്കറ്റുകളാണ് അവർ വിടുന്നത്. അപ്പോൾ മനുഷ്യരെ കൊല്ലുക, വണ്ടികൾ നശിപ്പിക്കുക. ഇപ്പൊ ഞാൻ ഇന്നലെ പോകുന്ന സമയത്ത് ഒരു റോക്കറ്റ് വീണിട്ട് അവിടെ പെട്രോൾ പമ്പ് കത്തിയിട്ട് അവിടെ തീ അണയ്ക്കുന്ന സമയമായിരുന്നു. ഈ സ്ഥലത്തെന്ന് വെച്ചാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. സിസ്റ്റർ ഇനി പറയുകയാണെങ്കിൽ എന്നാ സിസ്റ്റർ യുക്രൈനിലേക്ക് എത്തിയത്? എന്നാ? ഞാൻ യുക്രൈനിൽ 2003 വന്നതാണ്. യുക്രൈനില് 2003 തുടങ്ങി ഞാൻ യുക്രൈനിലുണ്ട്. ഓക്കെ. എന്നിട്ട് ഈ അതിർത്തി പ്രദേശത്തേക്ക് ഇപ്പൊ ഈ യുദ്ധം നടക്കുന്ന പ്രദേശത്തേക്ക് വന്നതോ? ഇന്നലെയാണ് ഞാൻ ഹെർസോൺ എന്ന സ്ഥലത്തേക്ക് വന്നത്. അതിന്റെ മുമ്പ് ഞാൻ ഖാർക്കീവിലായിരുന്നു. അതും റഷ്യയുടെ ബോർഡറാണ്. 5 കിലോമീറ്റർ ആണ് റഷ്യയിൽ നിന്നുള്ളത്. അപ്പൊ ഖാർക്കീവിൽ എത്ര നാളുണ്ടായിരുന്നു? ഖാർക്കീവില് ഞാൻ 6 ദിവസം. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി സഫർ ചെയ്യുന്ന ആളുകളുണ്ട്, ഒത്തിരി പ്രായമായവരുണ്ട്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രസൻസ് കൊണ്ട് നമ്മൾ അകലെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും അവരുടെ കൂടെ ആയിരിക്കുക കുറച്ച് ദിവസങ്ങള്. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളത്തെ കഴിഞ്ഞ് എനിക്ക് പ്രെയറുണ്ട്, സൺഡേയിലും പ്രെയറുണ്ട്. നാളെ മിക്കവാറും ഞാൻ മിലിറ്ററി ഇതിലേക്ക് പോകും. എന്നോട് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടതാണ് ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം നമ്മുടെ പ്രസൻസ് ആളുകൾക്ക് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പൊ മിലിറ്ററിക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ ശരിക്കും എങ്ങനെ ഈ സർവീസ് അതുപോലെ ഒരു നേഴ്സിംഗ് അങ്ങനെ ഏത് മിഷനായിട്ടാണ് സിസ്റ്റർ ഇപ്പം ഉക്രൈനിലേക്ക് പോയിരുന്നത്? എന്റെ മിഷൻ ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ ക്യാരിസം അഡോറേഷൻ ആൻഡ് സർവീസ് എന്നാണ്. ഞാൻ കൂടുതലായിട്ടും ആത്മീയ കാര്യങ്ങളിലാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ധ്യാനം നടത്തുക. ഒരു 20 വർഷമായിട്ട് ഞാൻ ധ്യാനം നടത്തുന്ന ആളാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഇവിടെ ഡ്രോൺ വന്നിട്ട് ഡ്രോണിനെ നശിപ്പിക്കുന്ന സ്വരങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ ഫുൾ ടൈം ഡ്രോൺ ഡ്രോൺ ചലിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ സിസ്റ്റർ അന്നേരം ഇപ്പോൾ ഇവിടേക്ക് ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഇപ്പോൾ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് എത്തിയത് അന്നേരം? ഉറപ്പായിട്ടും ഇവിടെ ഉള്ളവരെ, ഇവിടെ ഉള്ള ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ സഫർ ചെയ്യുന്ന ജനമാണ്, അനീതിപരമായ രീതിയിൽ സഫർ ചെയ്യുന്ന ജനമാണ്. നമ്മളുടെ കൂടെ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ നിരാശപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ ഇവരുടെ മക്കളെയൊക്കെ ചിലപ്പോൾ പുറത്തു പോയി കാണും. ഇവർക്ക് സ്വന്തം വീട് വിട്ടിട്ട് പോകാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വന്ന് ഒന്ന് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മിലിറ്ററിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സിസ്റ്റർ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഇത്രയും യുദ്ധത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണല്ലോ ഇത്, അതിർത്തിയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ആളുകൾ, ജനജീവിതം ഒരുപാടുണ്ടോ ഈ പ്രദേശത്തും? ഉണ്ട്. ഇപ്പോ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോ ഇതാണ് ഹോസ്പിറ്റൽ. ഞാൻ നിൽക്കുന്നത് ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ്. ഇതൊക്കെയാണ് ഹോസ്പിറ്റല്. അപ്പം ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നത് പല ഡോക്ടേഴ്സും ഇവിടുന്ന് പോയിട്ടില്ല. കാരണം
പെട്ടെന്ന് ഇൻജേർഡ് ആയിട്ട് വരുന്നവരെ നമുക്ക് ദൂരേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഡോക്ടേഴ്സ് വളരെ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് ശുശ്രൂഷ കൊടുക്കേണ്ടവരെ ദൂരേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ വളരെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഒരു 600 പേരോളത്തോളം ഉണ്ട് ഹോസ്പിറ്റലില്. കൂടുതലും പ്രായമായവരാണ്, വീടുകളില്ലാത്തവരാണ്. അവര് ഹോസ്പിറ്റലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളും അവിടെ വിട്ടു പോയിട്ടില്ല, ഇപ്പോൾ യുദ്ധം അവിടെ നടക്കുന്നുണ്ടെങ്കിലും. കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ പോയിട്ടുണ്ട്. കാരണം ഈ സൗണ്ടുകളൊക്കെ എപ്പോഴും ഈ സൗണ്ടുകളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, ഈ റോക്കറ്റ് വീഴുന്നതൊക്കെ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെയൊക്കെ പിള്ളേരും അവരൊക്കെ പോയിട്ടുണ്ട്. ഈ കാറിന്റെ ഇത് കണ്ടോ, ഇത് ഇന്നത്തെ റോക്കറ്റില് എന്താ പറയാ ചീളുകൾ വന്നിട്ട് അവശിഷ്ടങ്ങൾ വന്ന് വീണേക്കുന്ന. ഓക്കെ സിസ്റ്ററെ, മറ്റൊരു കാര്യം, അപ്പം ഈ അതിർത്തിയിലുള്ള ഈ ഹോസ്പിറ്റലുകളിൽ അന്നേരം സൈനികരാണോ കൂടുതലായിട്ട് വരുന്നത്? അതിർത്തിയിൽ നിന്നുള്ള പരിക്ക് പറ്റിയ സൈനികർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് ചിലപ്പം കാലുകളൊക്കെ അത്യാവശ്യം മുറിക്കേണ്ടി വരുന്നതൊക്കെ ഇവിടെ മുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോകും. എമർജൻസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഹോസ്പിറ്റലും ഏറ്റവും ആക്രമണ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റലും. ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വല കെട്ടി വെച്ചിരിക്കുന്നത്. എന്നോട് ഓൾറെഡി അവര് പറയുന്നുണ്ട് തിരിച്ചു പോരുക. ഞാൻ ഇപ്പൊ മുറ്റത്താണല്ലോ നിൽക്കുന്നേ, അകത്തേക്ക് കയറുക എന്ന് അവര് പറയുന്നുണ്ട്. കാരണം ഡ്രോൺ സ്വരം കേൾക്കുന്നുണ്ട്, ഡ്രോൺ ഇങ്ങോട്ട് വരുന്നതിന്റെ. അപ്പൊ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്നാലും ഞാൻ ഇവിടുത്തെ ആളുകളെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പോലും അവര് ഇവിടം വിട്ടുപോകാതെ ഇവിടെ തന്നെ നിന്ന് പെട്ടെന്ന് ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതിൽ ഞാൻ അവരെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സിസ്റ്റർ, പിന്നെ സിസ്റ്റർ ഇത്രയും ആളുകളുമായിട്ട് ഇടപെടുന്നതാണ്, ഇത്രയും എന്ന് വെച്ചാൽ അവിടുന്ന് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ സിസ്റ്റർക്ക് അറിയാമായിരിക്കുമല്ലോ ഈ യുദ്ധം എത്രത്തോളം തീവ്രമാണ്. ഈ കഴിഞ്ഞ ദിവസം റഷ്യ വീണ്ടും ഒറാഷ്നിക്ക് പോലെയുള്ള വലിയ മിസൈലുകളൊക്കെ ഇടുകയും കൂടുതൽ ഭീഷണികൾ മുഴക്കുകയും ചെയ്തിരുന്നു. യുദ്ധം കൂടുതൽ കഠിനമാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണോ ചെയ്യുന്നത്? കുറയാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? എന്റെ അറിവനുസരിച്ച് റഷ്യ ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുക്രൈൻ അത്രയും നന്നായിട്ടാണ് റഷ്യയെ തിരിച്ചടിക്കുന്നത്. പ്രത്യേകിച്ച് യുക്രൈൻ അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ നാഫ്തോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഉക്രൈന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ടെക്നോളജിക്കലി വളരെ ഡെവലപ്ഡ് ആണ് ഇപ്പോൾ യുക്രൈൻ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ മോസ്കോ വരെ അയക്കാൻ പറ്റുന്ന ഡ്രോൺസ് ഒക്കെ യുക്രൈന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റഷ്യ ഒരു പരാജയത്തിലേക്ക് പോകുന്നതായിട്ടാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പം യുദ്ധം ഒരു സമാധാന ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സാധ്യതകളെ കുറിച്ച് അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അത് പല പ്രാവശ്യം ഉക്രൈൻ റഷ്യയും ചർച്ച നടത്തുമ്പോൾ റഷ്യ ആവശ്യപ്പെടുന്ന എല്ലാനും ഉക്രൈൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു 2 രാജ്യങ്ങളായിട്ട് ചർച്ച നടത്തുമ്പോൾ ഒരു രാജ്യം പറയുന്നത് മുഴുവനായിട്ട് അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇത് റഷ്യ ഉക്രൈനിലേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്തതാണ്. അപ്പം കുറച്ച് യുക്രൈൻ പറയുന്നത് കൂടി റഷ്യ അംഗീകരിക്കണം. പക്ഷെ എല്ലാ ചർച്ചകളിലും റഷ്യ പറയുന്നത് കംപ്ലീറ്റ് യുക്രൈൻ അംഗീകരിക്കണം എന്നാണ്. അതൊരിക്കലും നടക്കത്തില്ല. എന്തായാലും യൂറോപ്പും മറ്റു രാജ്യങ്ങളുമെല്ലാം ഉക്രൈന്റെ കൂടെ നിന്നിട്ട് റഷ്യയെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു ഇതിലേക്കാണ് പോകുന്നത് എന്നാണ് എൻ്റെ അറിവ്. സിസ്റ്റർ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഉക്രൈനിൽ ഇപ്പോൾ നമുക്കറിയാം റഷ്യൻ ഓർത്തഡോക്സ് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് അവരിപ്പോൾ ഈ യുദ്ധത്തോട് കൂടിയിട്ട് റഷ്യയുമായിട്ടുള്ള ആ സഭയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ഒരു കാത്തലിക് അതുപോലെയുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻ അങ്ങനെയുള്ള ഒരു ആ മതത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അവിടെ?
ഉറപ്പായിട്ടും ഇവിടെ കൂടുതൽ റഷ്യൻ ഓർത്തഡോക്സ് ആയിരുന്നു. പിന്നെ കിയേവില് എനിക്ക് തോന്നുന്നു 15-ാം തീയതി ഒരു അറ്റാക്ക് നടന്നിരുന്നു. ഓർത്തഡോക്സ് ചർച്ചിന്റെ ഹാർട്ട് എന്ന് പറയുന്ന പെച്ചെർസ്കി ലാവ്ര, അവിടെയാണ് റഷ്യയുടെ അറ്റാക്ക് നടന്നത്. അത് റഷ്യൻ ഓർത്തഡോക്സിനെ അവിടെ നിന്നും മാറ്റിയിട്ട് യുക്രൈൻ ഓർത്തഡോക്സിന് ആ സ്ഥലം, ആ വലിയ പള്ളി, അത് 1051 പള്ളിയാണ്. റഷ്യൻ ഓർത്തഡോക്സിന്റെ ഹാർട്ടായിരുന്നു അത്. ഓർത്തഡോക്സിന്റെ ഹാർട്ടായിരുന്നു അത്. റഷ്യൻ ഓർത്തഡോക്സിന്റെ കയ്യിലായിരുന്നു. അതിൽ നിന്നും മാറ്റിയിട്ട് ഇപ്പൊ അത് യുക്രൈൻ ഓർത്തഡോക്സിന്റെ കയ്യിലാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ആ സ്ഥലത്ത് അത്രയും 1000 വർഷങ്ങളോളം പഴക്കമുള്ള ആ പെച്ചെർസ്ക ലാവ്ര എന്ന ആ പള്ളിയിലേക്ക് അറ്റാക്ക് നടന്നത്. പക്ഷെ അതിന്റെ മുകളുഭാഗം മാത്രമാണ് നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഉള്ളിലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഇപ്പം ഒരു ഇതിൽ പറയുവാണെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അപ്പം ഇപ്പം കാരണം റഷ്യൻ ഈ ജനറ്റിക് ആയിട്ട് റഷ്യൻ ആയിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് അവരുടെയൊക്കെ നിലപാട് എങ്ങനെയാണ് സിസ്റ്റർക്ക് തോന്നിയത്? സിസ്റ്റർക്ക് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അവിടുന്ന് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ. കാരണം പുറത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നെറ്റ് ഇല്ല. അതുകൊണ്ട് പുറത്ത് മാത്രമേ നെറ്റ് കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ ഈ എയർ അലേർട്ട് വരുമ്പോൾ നെറ്റൊക്കെ ഓഫ് ആയിരിക്കും. പിന്നെ നാവിഗേഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഫ്രീസ് ചെയ്യും. അത് ഇലക്ട്രോണിക് ആയിട്ടെല്ലാം ഫ്രീസ് ചെയ്യുമല്ലോ അവര്. ഓക്കെ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കണോ സിസ്റ്റർക്ക്? നിർത്താട്ടോ. അതായിരിക്കും നല്ലത്. കാരണം എന്നെ ഒരു സിസ്റ്റർ ഇവിടെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത് കയറാൻ പറഞ്ഞിട്ട്. കാരണം ഡ്രോൺസ് വരുന്നുണ്ട്. നെറ്റ് ഉണ്ടെങ്കിൽ പോലും ചില ഡ്രോൺസുകളൊക്കെ ഈ നെറ്റിനെയും എന്താ പറയാ കീറിയിട്ട് അകത്തേക്ക് വരും. അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് സമയം വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം, കുറച്ച് സമയമായിട്ട്. ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് ഞാൻ എത്തുവാണെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോർഡറിൽ നിന്ന്, റഷ്യയുടെ ബോർഡറിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത്. ഒരുപാട് നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഒരുപാട് നന്ദി.